ഹലോ, ഇന്ന് ഒരു പുതിയ വീഡിയോ ഞാൻ വിചാരിച്ചു. അതെന്താ അറിയോ? ചക്കപ്പുഴുങ്ങൽ. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒരു പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇതാണ് ചക്ക. ഈ ചക്കയിൽ ഇത് ഇടിച്ചക്കയല്ല, കുരുവായിട്ട് മുഴുവനുള്ള മൂത്ത ചക്കയായിട്ടില്ല, അങ്ങനെ ഒരു ഇടത്തരം പ്രായമാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഒരു ടേസ്റ്റാണ്. കണ്ടു, ഇങ്ങനെ കുരു, ഇങ്ങനെ കുറച്ച് ചകിണി എല്ലാം ഉണ്ട് അതിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഈ ചക്കയാണ് പുളിങ്കറി വെക്കാൻ വളരെ നല്ലത്. മറ്റേ ചക്ക നന്നല്ല എന്നല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പുളിങ്കറിയിൽ പുളി ആഡ് ചെയ്യണം. പക്ഷെ ഞാൻ അതിന് വരെ എന്താ ചെയ്യണമറിയോ? മാങ്ങയുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ മാങ്ങ ഇടാൻ പോവുക. ഇപ്പോൾ ഈ വെള്ളം ചൂടായി വന്നു. ഞാൻ അതിലേക്ക് ഈ ചക്ക കഴുകിയത് ഇടുകയാണ്. കുറച്ച് വെള്ളമാണ് വെച്ചിരിക്കണം, നോക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്യണത്. ചില വേഗമായി കിട്ടും. ശരിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിങ്കറിയാണ്. ഇതിൽ ഞാൻ ചക്ക മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ കൂടെ മാങ്ങ അവരവരുടെ പുളിപ്പിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് ഒരു എന്താ പറയുക, മൂവാണ്ടൻ. വലിയ പുളിയില്ല, എന്നാൽ പുളിയുണ്ട് കേട്ടോ, തീരെ പുളിയില്ല എന്നല്ല. ഇത് മുഴുവൻ ഞാൻ ആഡ് ചെയ്യണം. മാങ്ങ ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാണ്. കണ്ടോളൂ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്യണത്. ഉപ്പ് ആഡ് ചെയ്തു. പോരെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഇതിന് ഞാനിനി ഒരു വിസിൽ കേട്ടോ, ഒറ്റ വിസിൽ നല്ലോണം വന്ന ശേഷം ഞാൻ തുറന്നിട്ട് കാണിക്കാം. ഇതാ ചക്കയും മാങ്ങയൊക്കെ നന്നായി വെന്തു. ഈ ലൈറ്റ് അടിച്ചിട്ട് നന്നായി കാണുന്നില്ല കേട്ടോ, അത് ഭയങ്കരമായിട്ട് ലൈറ്റിൻ്റെ ഗ്ലെയർ ഉണ്ട്, സോറി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര കപ്പ് പരിപ്പ് വേവിച്ചത് ആഡ് ചെയ്യാണ്. ഇത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അര കപ്പ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് ഇതുണ്ടോ, ചക്കട കുരു, ചോള, മാങ്ങ എല്ലാം കൂടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഒരു ടീസ്പൂൺ, ഒരേ ഒരു സ്പൂൺ കേട്ടോ. ഇവിടെ ഒരുപാട് മുളക്, നല്ല എരിവുള്ള മുളകായതുകൊണ്ട് മുളക് പൊടി, കുറച്ച് കായം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, കായം കേട്ടോ. ഒരു അര ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച ശേഷം ഒന്ന് വാങ്ങിയിട്ട് വറുത്തിടാം. ഓക്കെ, കുറച്ചുകൂടി എരിവ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. കളറില്ല തീരെയായിട്ടും, അതുകൊണ്ട് കളറ് മാത്രമല്ല, എരിവ് പേടിച്ചിട്ടാണ്. ഓക്കെ, ഇതൊന്ന് നന്നായി തിളച്ച ശേഷം വറുത്തിടാം. ഇപ്പം ഞാൻ പാനൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു, പിന്നെ മുളക് പൊട്ടിച്ചിട്ടു. സോറി, ഞാനിതെൻ്റെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 ചെറിയ ഉള്ളി, ഇത് നന്നായി ഒന്ന് ആവട്ടെ. ഈ ഉള്ളി ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കായ ആഡ് ചെയ്യാണ്. കായത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഇപ്പം ഞാനിത് എൻ്റെ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം എൻ്റെ സിമ്പിൾ ചക്കപ്പുളിങ്കറി. ഇതിൽ പുളി ഒഴിച്ചിട്ട് ചെയ്യാം. എനിക്ക് മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ മാങ്ങ ഇട്ടു. മാങ്ങ നല്ല ടേസ്റ്റാണ്. ഇട്ടാൽ പുളി ഇടുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും. പക്ഷേ ഇപ്പോൾ എൻ്റെ ടേസ്റ്റി ചക്കപ്പുളിങ്കറി ഈസ് റെഡി. സോ ഫ്രണ്ട്സ്, ഞാനിനി ഇതിനെ വേറൊരു പാനിലേക്ക് ആക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ടേസ്റ്റി പുളിങ്കറി ഞാൻ പാത്രത്തിലാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചിങ്ങനെ മല്ലിയില ഇടുകയാണ്.
അപ്പോൾ ഇതിന് എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, വളരെയധികം ഇഷ്ടപ്പെടും. ദിസ് ഇസ് എ സിമ്പിൾ പുളിങ്കറി. ഓക്കെ, ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായ് വേണേൽ ഇടാം, പക്ഷേ എനിക്ക് ചക്കയും ഇതും കൂടെ കഴിക്കാനാണ് ഇഷ്ടം. മാങ്ങ ഇട്ടുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. സോ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.